ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻറ്റർ. അപ്പോൾ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പൈ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ഓൺ മെയിനെറ്റ് മൈഗ്രേഷൻ ആൻഡ് അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ റീഡ് മോർ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പുതിയ ബ്ലോഗ് 2-3 ദിവസമേ വന്നിട്ട് ഞാനിപ്പോൾ ഈദൊക്കെ ആയത് കാരണം വീഡിയോ ചെയ്യാതിരുന്നതായിരുന്നു. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, നിങ്ങൾക്കറിയാം ഒരുപാട് പേരുടെ ഫോൺ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും വെരിഫിക്കേഷൻ കോഡ് വന്നിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്താൽ തന്നെ മതിയാകും. അപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ്റെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കൂടി വെച്ചിരിക്കുന്നത്. 2FA, അതായത് ഇമെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാസ് കീയും അല്ലെങ്കിൽ ബയോമെട്രിക് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. ഒരുപാട് പേരുടെ അക്കൗണ്ട് ഇത് മുഖേന, അതായത് ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തോ അല്ലെങ്കിൽ അത് മുഖേന വെരിഫൈ ചെയ്ത ആളുകളുടെ ഒരുപാട് അക്കൗണ്ട് എല്ലാം മിസ്സായിട്ടുണ്ട്. കാരണം അവർ യൂസ് ചെയ്ത നമ്പറെല്ലാം പഴയ നമ്പറൊക്കെ ആയിരിക്കും യൂസ് ചെയ്തത്. അതിപ്പോൾ ആ നമ്പറൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആളുകളുടെ ഒരുപാട് പേരുടെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകളുടെ വെരിഫൈ ആകാത്ത അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈവ്നെസ് ചെക്ക് കൂടി അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ വെരിഫൈ ചെയ്തു. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി റീവെരിഫൈ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഉള്ളത് മൈഗ്രേഷൻസ്, ഫസ്റ്റ് മൈഗ്രേഷൻ കഴിയാത്ത ആളുകളുടെ മൈഗ്രേഷൻ വീണ്ടും റെസ്യൂം ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട്. നമുക്കതിൻ്റെ പൈ ടോക്കണിൻ്റെ റേറ്റ് കണ്ടാൽ അറിയാൻ സാധിക്കും. ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ റേറ്റ് താഴ്ന്നു വരുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ഒരുപാട് ടോക്കൺസ് ഇപ്പോൾ ഡെയിലി അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം ടോക്കൺസ് കിട്ടിയ ആളുകളെല്ലാം അപ്പോൾ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് കുറയുമെന്ന് പേടിച്ചിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. അതൊക്കെയായിരിക്കും അതിൻ്റെ റീസൺ. ഓരോ ദിവസം കഴിയും തോറും റേറ്റ് കുറയാനും കൂടാനൊക്കെ സാധ്യത. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം റേറ്റ് കൂടുമ്പോൾ ഒരു 50% വിൽക്കും. എന്നിട്ട് വീണ്ടും റേറ്റ് താഴുമ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് തന്നെ ടോക്കൺ വീണ്ടും പർച്ചേസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ടോക്കൺസ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോപ്പപ്പ്, ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനുള്ള പോപ്പപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് റീവെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക്, ഏറ്റവും മുകളിലുള്ള 3 ലൈനിൽ പ്രസ് ചെയ്തിട്ട് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്തോ ഇല്ലയോ എന്ന്. ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ് വരുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൂടി ചെയ്ത് കൊടുക്കുക. സെയിം ഇമെയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടില്ലെങ്കിലും ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈസി പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അത് ഇവർ ചെയ്യുന്നത്. എന്തായാലും മൈഗ്രേഷൻ, സെക്കൻഡ് മൈഗ്രേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഫസ്റ്റ് മൈഗ്രേഷന് ശേഷമായിരിക്കും സെക്കൻഡ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മൈഗ്രേറ്റ് ആകാത്ത ആളുകളുടെ അക്കൗണ്ട് എല്ലാം ഇപ്പോൾ 1 by 1 ആയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 15,000 ടോക്കൺ മുകളിലുള്ള ആളുകളുടെ മൈഗ്രേഷൻ എല്ലാം വൈകാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാനുവലായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ അവർ അതെല്ലാം അപ്രൂവ് ആക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഇപ്പോഴും മൈനിങ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മാക്സിമം മൈൻ ചെയ്ത് ടോക്കൺസ് അക്യുമുലേറ്റ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ഒരു ചാർട്ട് ഇറങ്ങിയിരിക്കുന്നത് ഓരോ മാസവും അൺലോക്ക് ആവുന്ന ടോക്കൺ, ഇപ്പോൾ ലോക്ക് ചെയ്ത ആളുകളുടെ ടോക്കൺസ് അൺലോക്ക് ആവുന്ന ഒരു ചാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏപ്രിൽ, ജൂൺ എല്ലാ മാസവും അത്യാവശ്യം നല്ല ടോക്കൺസ് അൺലോക്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ 2026 മാത്രമേ അൺലോക്കിംഗ് കുറച്ച് കുറവുള്ളൂ. ചെറിയ രീതിയിലുള്ള അൺലോക്കിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ 2027 ആകുമ്പോൾ നല്ല രീതിയിൽ നല്ല എമൗണ്ടിൻ്റെ അൺലോക്കിംഗ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. 2027-28. അപ്പോൾ അതിനു മുമ്പൊക്കെ മാക്സിമം പ്രോഫിറ്റ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷമെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 2026 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് ഒക്കെ വിറ്റ് വെക്കുക. അതിനുശേഷം 27 ആകുമ്പോൾ നല്ല രീതിയിൽ അൺലോക്ക് വരുമ്പോൾ ഒരുപാട് പേര് സെൽ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയം മാർക്കറ്റ് ഇടിയുമ്പോൾ വീണ്ടും അത് കുറച്ചുകൂടി പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ട്രിക്ക് കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഡെയിലി നല്ല രീതിയിലുള്ള അൺലോക്കിംഗ് നടക്കുന്നുണ്ട്. ഇനിയും റേറ്റ് കുറയാനും നല്ല രീതിയിൽ കുറയാനും നല്ല രീതിയിൽ കയറാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. നമുക്കിതിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 0.71 ആയിട്ടുണ്ട്. ഇന്നലെ ഇത് 0.68 വരെ എത്തിയ സംഭവമാണ്. വീണ്ടും കൂടിയും കുറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് 0.73, 74 ഒക്കെ ആകുമ്പോൾ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വിൽക്കും, ഒരു 50% വിൽക്കും. വീണ്ടും അത് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്യും.
നിങ്ങളിപ്പോൾ വൺ ഡേ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബൈയും സെല്ലൊക്കെ ചെയ്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അത് അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ടോക്കൺസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത, അതായത് ലിസ്റ്റ് ചെയ്ത അന്ന് തന്നെ വിറ്റവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. കാരണം ഏകദേശം $3 വരെ എത്തിയ ടൈമിന് നല്ല എമൗണ്ട് ഒക്കെ കിട്ടിയ ആളുകൾ വിറ്റിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ, ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ലോസിലായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് അല്ലെങ്കിൽ 1 hour ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ ചാർട്ട് നോക്കുക. ഒരു അവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 50% വിൽക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു മണിക്കൂറിൽ ഇപ്പോൾ ഗ്രീൻ ഒരു ഫുൾ ക്യാൻഡിൽ വന്നതിന് ശേഷം വീണ്ടും നല്ല രീതിയിലുള്ള സെൽ ഔട്ട് വന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഈ ഒരു ട്രെൻഡാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഇതിൽ ചാർട്ട് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അത്യാവശ്യം നല്ല വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള സെൽ ഔട്ട് വരും. വീണ്ടും ചെറിയ ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വരും, വീണ്ടും സെൽ ഔട്ട് വരും. അപ്പോൾ ബൈയിങ് സെല്ലിങ്ങും നല്ല രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ നല്ല പ്രോഫിറ്റ് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടാകും. ഹോൾഡ് ചെയ്യുന്ന ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ വിറ്റിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലോസ് വരും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ചെറിയ ചെറിയ ട്രേഡിങ് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ പ്രോജക്ട്സുകൾ ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഇവരുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആഡ്സെൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ആഡുകൾ അതിൽ ലിങ്ക് ചെയ്തിട്ട് അവർക്കൊരു വരുമാനം, റവന്യൂ ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. കുറേ നാളുകൾ നമ്മൾ എന്തായാലും ഹോൾഡ് ചെയ്ത് വെക്കുക. മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്നത് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഇല്ലാത്ത ആളുകൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. കുറച്ച് എമൗണ്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എമൗണ്ട് ഞാൻ വിറ്റും അതുപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് ഇടിയുമ്പോൾ വീണ്ടും മേടിച്ചു, അങ്ങനെയും ട്രേഡും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇപ്പോൾ ചെയ്ത് വെക്കുക. ഓക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റ് ന്യൂസുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. മാർച്ച് 29 ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. കൂടുതൽ മൈഗ്രേഷനും അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അക്കൗണ്ടൊക്കെ എന്തായാലും മൈഗ്രേറ്റ് ചെയ്യാൻ നല്ല സമയമെടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15,000 ടോക്കൺസിന് മുകളിൽ അൺവെരിഫൈഡ് ബാലൻസ് ഉള്ളവരുടെ അക്കൗണ്ട് എല്ലാം അവർ 1 by 1 ആയിട്ട് മാനുവലായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫറബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രമേ മൈഗ്രേറ്റ് ആകുള്ളൂ. അതിനുവേണ്ടി എന്തായാലും നല്ല എമൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ചെറിയ എമൗണ്ട് ഉള്ള ആളുകളുടെ ഓരോ ദിവസമായിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മില്യൺ കണക്കിന് പോയിന്റ്സ് ആണ് ഓരോ ദിവസവും അവർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് റിക്കവറിക്ക് പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കാം. എന്തായാലും ഏപ്രിൽ ലാസ്റ്റോടുകൂടി ഇതിൻ്റെ പോക്ക് എങ്ങനെയെന്ന് നമുക്ക് അറിയാം. ഏകദേശം ഒരു ഐഡിയ നമുക്ക് അറിയാൻ സാധിക്കും. മാർക്കറ്റ് ട്രെൻഡും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഡെയിലി വാച്ച് ചെയ്യുന്നത് കാരണം ഏകദേശം ഒരു ട്രെൻഡ് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഡെയിലി അൺലോക്കിംഗ് ഉള്ളതാണ് ഈ പ്രശ്നം. കൂടുതൽ ആളുകൾ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ് എല്ലാം അവരപ്പം തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. അതാണ് ഈ എക്സ്ചേഞ്ച് മുഖേന ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കുറയാൻ ചാൻസ്. അപ്പോൾ കൂടുതൽ ആളുകൾ സെൽ ഔട്ട് ചെയ്യുമ്പോഴാണ് ടോക്കണിൻ്റെ റേറ്റ് വീണ്ടും കുറയുന്നത്. അൺലോക്കിംഗ് പീരീഡ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സെൽ ഔട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും 2025-26 കൂടുതൽ അൺലോക്കിംഗ് വരുന്നത് 27 നമ്മളുടെ ഒരുപാട് റെഫറൽസിൻ്റെ ടോക്കൺസ് എല്ലാം അൺലോക്ക് ടൈം 2027 അപ്പോൾ ആ ഒരു വർഷം തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സെൽ ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഈ ടോക്കണിൻ്റെ പ്രോജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു റിക്കവറി ഉണ്ടാവാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു $2 വരെയൊക്കെ തിരിച്ച് എന്തായാലും ഈ വർഷം തന്നെ എത്താം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല, മാർക്കറ്റിൻ്റെ കാര്യമാണ്. റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു $2 എന്തായാലും തീർച്ചയായിട്ടും എത്തും. അപ്പോൾ ഇവരുടെ പ്രോജക്റ്റും അതുപോലെ തന്നെ ആളുകൾ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു റിക്കവറി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഒരു വെബ്സൈറ്റിൽ അവർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അവർ മെമ്പേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന കമ്പനികളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഒന്നില്ലെങ്കിൽ ഇവിടെ PhD എടുത്ത ആളുകൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റുകളോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ പ്രോജക്റ്റ്, ആക്സെഞ്ചർ, ആപ്പിൾ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇവരുടെ എന്തെങ്കിലും സബ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഇത് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് സ്റ്റുഡൻസ് ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കമ്പനികളുടെ ഗൂഗിൾ, ഇൻഫോസിസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൽ ഈ പൈ നെറ്റ്വർക്കിൻ്റെ ലോഗോ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഇട്ട് തരാം, നിങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ യൂബർ, സ്ട്രൈപ്പ്, ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ലോഗോസ് ഇവരുടെ
വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ PhD ലഭിച്ച 2 റിസർച്ച് സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം. ഞാൻ ഇതിനു മുമ്പുള്ള തുടക്കത്തിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഈ പൈ നെറ്റ്വർക്കിൻ്റെ. അതിൻ്റെ ഒരുപാട് പുതിയ പുതിയ പ്രോജക്ട്സും ഇത് ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ ഈ പ്രോജക്റ്റിന് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ടോക്കണിൻ്റെ വാല്യൂ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ടോക്കണെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ബിറ്റ് കോയിനൊക്കെ മിസ്സായതുപോലെ തന്നെ അതുപോലെ തന്നെ ഡോജ് കോയിൻ ഒരുപാട് കോയിൻസ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തടിയിൽ തട്ടാത്ത രീതിയിൽ കുറച്ച് എമൗണ്ട് ടോക്കണെങ്കിലും കുറേ വർഷത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. പോയാൽ പോട്ടെ എന്ന രീതിയിൽ, പക്ഷേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തത് കാരണം തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് എമൗണ്ടെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ റിസർച്ച് ചെയ്ത സ്റ്റുഡൻസ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മളിപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ ആ ഒരു ലോഗോയിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീവിയേറ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിലേക്കും പോകുന്നുണ്ട്. ഓരോ ഓപ്ഷൻ നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ആപ്പിളിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വെബ്സൈറ്റിലേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഡീവിയേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത റിസർച്ചിൻ്റെ ഭാഗമായി ചെയ്ത ഒരു പ്രോജക്റ്റ് തന്നെയാണിത്. എന്തായാലും ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാട് വലിയ വലിയ കമ്പനികൾ ഈ സ്റ്റാൻഫോർഡ് ഹേവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ബേസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആയ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ ആപ്പിൾ ആയാലും ഗൂഗിളിനൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള പ്രോജക്റ്റിൻ്റെ ഒരു ശതമാനമെങ്കിലും വളർച്ചയ്ക്ക് ഇതുപോലുള്ള കമ്പനീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വാല്യൂ ഒക്കെ കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ എമൗണ്ടെങ്കിലും നിങ്ങൾ കുറേ വർഷത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്ത മിറ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷനാണ്. ഇതിലിപ്പോൾ റെഫറൻസ് ഒന്നും അധികം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൈനിങ് സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും താഴെ ഇപ്പോൾ റെഫറൻസിൽ നിന്ന് കിട്ടുന്ന മൈനിങ് സ്പീഡ് എനിക്ക് 0.565 LUM ആണ്. പക്ഷേ കറൻറ്റ് മൈനിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് സാധാരണ നോർമലായിട്ട് നമുക്ക് ലഭിക്കുന്ന മൈനിങ് സ്പീഡ് 0.01 LUM ആണ്. ഇത് നമുക്ക് കൂട്ടാം. ഈ സ്പീഡ് കൂട്ടാൻ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആഡുകൾ നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടുവരിക്കും. ഇപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക 0.01 LUM ആണ് താഴെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഓരോ ആഡുകൾ വാച്ച് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ആക്കി കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഈ സെറ്റിംഗ്സിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് എന്ന് നമുക്ക് ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ റിവാർഡുകൾ വരും. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഓൺ ആവും. ഈ വീഡിയോ കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ആയിരിക്കും വീഡിയോ. അതിനുശേഷം റിവാർഡ് നമുക്ക് ആക്ടിവേറ്റ് ആവും. ഓക്കെ, ആഡ് കഴിയുമ്പോൾ റിവാർഡ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൈനിങ് സ്പീഡ് ചെറിയ രീതിയിൽ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 0.01 എന്നുള്ളത് 0.012 LUM ആയിട്ട്. ഇതുപോലെ മാക്സിമം നിങ്ങൾ ആഡുകൾ ഇവിടെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ടോക്കൺസ് നമുക്ക് ഇതുപോലെ അതിൻ്റെ സ്പീഡുകൾ മൈനിങ് സ്പീഡ് നമുക്ക് കൂട്ടി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ പുതിയ ആഡ് അവൈലബിൾ ആകുന്നെങ്കിൽ ഇത്രയും സെക്കൻഡ്സ് 1 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ ആഡ് വരും. വീണ്ടും നമുക്ക് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ മൈനിങ് സ്പീഡിൻ്റെ ഒരു 20% കൂടി അവിടെ ഏൺ ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 0.012 ആണ്. ഓക്കെ, ആഡ് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ആഡ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും റിവാർഡ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ 0.12 എന്നുള്ളത് 0.014 ആയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് 1 by 1 ആയിട്ട് സ്പീഡുകൾ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരുപാട് എയർ ഡ്രോപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു ആഡ് ഇപ്പോൾ ഇൻവൈറ്റ് ന്യൂ മെമ്പർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഹായ് ദേ ഐ എം കറൻ്റ്ലി മൈനിങ് ലൂമിറ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ആ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റെഫറൽസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളുടെ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് റെഫറൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.